ഇന്ന് ഈ സമരപന്തലിൽ എത്തിയിരിക്കുന്ന കൊല്ലം രൂപതയുടെ അഭിവന്ദ്യനായ പിതാവ് മുല്ലശ്ശേരി മെത്രാച്ചൻ, ഇവിടെ സന്നിധരായ കന്യാസ്ത്രീമാരെ, വൈദികരെ, എല്ലാറ്റിനുമുപരി മനസ്സിൽ വിതുമ്പലോടുകൂടി തങ്ങളുടെ ഭൂമി നഷ്ടപ്പെടുമോ എന്ന ഭയത്താൽ ഒരു വലിയ നീണ്ട സമരത്തിന് തയ്യാറായി നിൽക്കുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങളെ, സുഹൃത്തുക്കളെ, സ്നേഹിതന്മാരെ, ഞാൻ ആമുഖങ്ങളൊന്നുമില്ലാതെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്ത് നിയമമാണെങ്കിലും ശരി, എന്ത് തരത്തിലുള്ള പ്രശ്നമാണെങ്കിലും ശരി, ഈ മുനമ്പത്ത് കാലാകാലമായി ജീവിക്കുന്ന മനുഷ്യരെ ഒഴിപ്പിക്കുന്ന ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. അതിനെതിരായുള്ള സമരം അതിശക്തമായി കേരളം ഏറ്റെടുക്കും എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. അതിൽ ജാതി മത രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ല. ഒറ്റക്കെട്ടാണ് കേരളം. ആ കാര്യത്തിൽ നമുക്ക് ഒറ്റക്കെട്ടായിട്ട് തന്നെ മുന്നോട്ട് പോകണം. നിയമത്തിന്റെ നൂലാമാലകൾ അല്ലെങ്കിൽ നിയമത്തിന്റെ മുടിനാരിഴകൾ കീറിപ്പറിച്ച് പരിശോധിക്കുന്നവർ അവരുടെ ജോലി ചെയ്യട്ടെ, അത് മറ്റൊരു വിഷയമാണ്. പക്ഷെ ഇവിടെ നിന്നും, ഈ കടപ്പുറത്ത് നിന്നും കുടിയിറക്കപ്പെടുക എന്നത് ആരുടെയെങ്കിലും സ്വപ്നമാണെങ്കിൽ അത് നടക്കില്ല. അത് ശക്തമായി ഈ ജനത, കേരള ജനത അതിനോടൊപ്പമാണ്. അതുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഫറൂഖ് കോളേജിന് കൊടുത്തോ, ഫറൂഖ് കോളേജ് ആർക്ക് കൊടുത്തോ, അതെല്ലാം നിയമകാര്യങ്ങൾ നിയമസഭയും കോടതിയും ഒക്കെ ചർച്ച ചെയ്യണം. പക്ഷെ നമുക്ക് കേരളത്തിന് ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം എന്ന് പറയുന്നത് കേവലം കൈവശാവകാശ രേഖകൾ പോലും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ അവിടെ കുടിയിറക്ക് പാടില്ല എന്ന് പറഞ്ഞ് ഐതിഹാസികമായ സമരങ്ങൾ നടത്തിക്കൊണ്ട് ആ കൈവശാവകാശ രേഖകൾ പോലും ഇല്ലാതിരുന്ന ജനങ്ങൾക്ക് ഭൂമി നേടിക്കൊടുത്ത ഒരു മഹത്തായ പാരമ്പര്യമാണ് നമ്മുടെ കേരളത്തിനുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ഇടുക്കി ഡാം പണിയുന്നതിന്റെ പേരിലാണെങ്കിലും, മറ്റ് ഡാമുകൾ പണിയുന്നതിന്റെ പേരിലാണെങ്കിലും, റോഡുകൾ വികസിപ്പിക്കുന്നതിന്റെ പേരിലാണെങ്കിലും, മൂലംപള്ളിയുടെ പേരിലാണെങ്കിലും, വിഴിഞ്ഞത്തിന്റെ പേരിലാണെങ്കിലും, ഏത് പേരിട്ട് വിളിച്ചാലും ശരി, രേഖകളില്ലാത്തവരാണെങ്കിൽ പോലും, കൈവശാവകാശ രേഖകളില്ലാത്തവരാണെങ്കിൽ പോലും, തലചാച്ച് കിടന്നുറങ്ങുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിയെയും മലയോര കർഷകനെയും ഇടത്തരക്കാരനെയും സാധാരണക്കാരനെയും സംരക്ഷിക്കുക എന്നത് നിയമത്തിലില്ലെങ്കിൽ ആ നിയമം ഉണ്ടാക്കുവാനാണ് നിയമസഭയും പാർലമെന്റും മുന്നോട്ട് വരേണ്ടത് എന്നതാണ് CMPയുടെ അഭിപ്രായം. അതുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായി എന്ന പദം ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം. അതിൽ ഭിന്നതയുടെ സ്വരം പാടില്ല. അതിനകത്ത് ജാതിമത രാഷ്ട്രീയ കക്ഷി വ്യത്യാസങ്ങൾ പാടില്ല. അതുകൊണ്ട് CMPയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും അത്തരം അവകാശ പോരാട്ടങ്ങളുടെ മുന്നിൽ നിന്നിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. ഞാൻ ഓർക്കുന്നു, ചെങ്ങറയിൽ ഒരു കൈവശാവകാശവുമില്ല, അത് സമരഭൂമിയാണ്. ഹാരിസൺ കൈവശം വെച്ച അവിടത്തെ 10,000-കണക്കിന് ഏക്കറിൽ അവിടെ ദളിതുകളും സാധാരണക്കാരുമായ ആളുകൾ ഭൂമി കയ്യേറി. ഇന്നവിടെ 5,000-ഓളം ഏക്കർ സ്ഥലം, 500-ലധികം ഏക്കർ സ്ഥലം അവിടെ ആളുകൾ താമസിക്കുകയാണ്. ആ സമരത്തോടൊപ്പം നിന്നു. ഇന്ന് കഴിഞ്ഞ 15 വർഷക്കാലമായി ഒരാൾക്കും ചെങ്ങറയിൽ നിന്ന് ഒരൊറ്റ കുട്ടിയെ പോലും കുടിയിറക്കാൻ സാധിച്ചില്ല. അതാണ് ഹാരിസന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ഭൂമിയാണ്. അതുപോലെ തന്നെ നിരവധി മേഖലകളിൽ എവിടെയെല്ലാം ഭൂപ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ആ ഭൂപ്രശ്നങ്ങളിലെല്ലാം നമ്മൾ കടന്നു ചെന്നിട്ടുണ്ട്. അവിടെയെല്ലാം നമ്മൾ ഒറ്റക്കെട്ടായി കടന്നു ചെന്നിട്ടുണ്ട്. അവിടെ മനുഷ്യർ തമ്മിലുള്ള വ്യത്യാസങ്ങളില്ലാതെ ഏത് ജാതിയിലും മതത്തിലും പെട്ടവരാണ്, രാഷ്ട്രീയം എന്താണ് എന്നുള്ളതല്ല. അവിടെയും ബിഷപ്പ്മാരുണ്ടായിരുന്നു, കൂർലോസ് മെത്രാച്ചൻ ഉണ്ടായിരുന്നു. ഞാൻ ഓർക്കുകയാണ്, മുനമ്പ് അവിടെ നമ്മുടെ ചെങ്ങറയിൽ അവിടെ ഒരു ബിഷപ്പാണ് അതിന് മുന്നിൽ നിന്നത്. എന്നെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് കൂർലോസ് മെത്രാച്ചനെ അറസ്റ്റ് ചെയ്തു. ഞാൻ സഭയെ അഭിനന്ദിക്കുകയാണ്. ആ ഏത് സഭ എന്ന് മാത്രമല്ല, പ്രത്യേകിച്ചും കത്തോലിക്ക സഭ
കത്തോലിക്ക സഭയാണ് ഇപ്പോ നമ്മുടെ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ നേതാവ് എം വി രാഘവനാണ് വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ചരടുകൾ വലിച്ചതും അതിന്റെ എല്ലാ തരത്തിലുള്ള പ്രോഗ്രാമും ചെയ്തത്. പക്ഷെ അവിടെ പാവങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രശ്നം വന്നപ്പോൾ ലാറ്റിൻ രൂപത അവിടെ സമരത്തിന് വന്നു, തിരുവനന്തപുരം രൂപത സമരത്തിന് വന്നു. ഞാൻ പറഞ്ഞ അവിടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വെച്ച് ഞങ്ങൾ പ്രഖ്യാപിച്ചു, ഞങ്ങൾ ഈ സമരത്തിൽ ലാറ്റിൻ രൂപതയുടെ കൂടെയാണ്. ഇന്ന് MVRന്റെ അവാർഡ് കൊടുത്തത് ആർക്കാണ്? MVRന്റെ അവാർഡ് കൊടുത്തത് മോൺസിനോറിനാണ് കൊടുത്തത്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അപ്പൊ എല്ലാവരും ചോദിച്ചു, എന്തിനാണ് പെരേരാച്ചന് സമ്മാനം കൊടുത്തത്? പെരേരാച്ചൻ സാധാരണക്കാർക്ക് വേണ്ടി നിന്നു, അതുകൊണ്ട് സമ്മാനം കൊടുത്തു. എന്തിന്? പണ്ട് ഫാദർ വടക്കനുണ്ടായിരുന്നു, അദ്ദേഹം AKGയോടൊപ്പം നിന്നു, അദ്ദേഹം സമരത്തിന് വേണ്ടി നിന്ന്. അന്ന് കൈവശാവകാശ രേഖയൊന്നുമില്ല, താമസിക്കുന്നു എന്നൊരു തെളിവ് മാത്രമേ ഉള്ളൂ. പലപ്പോഴും മലയോര പ്രദേശങ്ങളിൽ തെങ്ങും തൈയിന്റെ പൊക്കം കാണിച്ചിട്ടാണ് ഞങ്ങളിവിടെ താമസിച്ചിരുന്നതും തെളിയിച്ചിരുന്നത്. ഇന്നത്തെ തലമുറയ്ക്ക് അത് അറിവുണ്ടാവില്ല അല്ലേ? തെങ്ങും തൈയിന്റെ പൊക്കം പട്ട കാണിച്ചിട്ടാണ് ഞങ്ങൾ ഈ തെങ്ങും തൈ വലുതായത് നോക്കണ്ടോ, ഞാൻ താമസിച്ചു വെച്ച തെങ്ങാണ് എന്ന് പറഞ്ഞിട്ടാണ് കൃഷിക്കാർ അവന്റെ കൃഷിഭൂമിയിൽ ഉറച്ചു നിന്നത്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ പ്രശ്നം അത് ഗവൺമെന്റ് പരിഹരിക്കേണ്ട പ്രശ്നമാണ്. അവിടെ പരാതി ഉണ്ടായി, ആ പരാതി ഉണ്ടാകരുതായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. പക്ഷേ ആ പരാതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് പരിശോധിക്കണം. ഇപ്പൊ ഗവൺമെന്റ് യോഗം വിളിക്കാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കും. നല്ല കാര്യം, ഞാൻ അതിനെ നിഷേധിക്കുന്നില്ല. അതുകൊണ്ട് അടിയന്തരമായി ഈ പ്രശ്നത്തിൽ വലിയ അടിയന്തര ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഇലക്ഷൻ കഴിഞ്ഞാൽ വിളിക്കും എന്നാണ് കേട്ടത്. ഇലക്ഷൻ കഴിയട്ടെ, ഇലക്ഷൻ കഴിഞ്ഞുള്ള 20-20 തീയതി ഇലക്ഷൻ കഴിയും. ഇലക്ഷൻ കഴിഞ്ഞാൽ സമയബന്ധിതമായി മുനമ്പം പ്രശ്നത്തിൽ ഇവിടെ താമസിക്കുന്നവരുടെ കൈവശമുള്ള അത് അവർക്കുള്ള ഭൂമി രേഖകൾ, എന്താ പറയുക, ലാൻഡ് റെക്കോർഡ് എല്ലാം ഉണ്ട് അല്ലേ? ലാൻഡ് റെക്കോർഡും കാര്യങ്ങളെല്ലാം ഇല്ലേ? ആ ലാൻഡ് റെക്കോർഡുണ്ട്, അവർ കൈമാറ്റം ചെയ്ത രേഖകളുണ്ട്, ഭൂമി ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത രേഖകളുണ്ട്. പണ്ടത്തെ പോലെ തെങ്ങും തൈ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാ രേഖകളും മുനമ്പത്തുണ്ട്. അതല്ലേ ശരി? അപ്പൊ അതുകൊണ്ട് തെങ്ങും തൈ കാണിച്ച് ഭൂമിയിൽ ഉറച്ചു നിന്നിട്ടുണ്ടെങ്കിൽ ഈ രേഖകളുള്ള ഭൂമിയിൽ നിന്ന് 1 ഇഞ്ച് ഭൂമി പോലും മറ്റൊരാൾക്കും കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനുവേണ്ടിയുള്ള സമരത്തിൽ നമുക്ക് ഒറ്റക്കെട്ടായി നിൽക്കണം. ഒപ്പം തന്നെ എല്ലാ ജനവിഭാഗങ്ങളുമായിട്ടുള്ള ഐക്യം ശക്തിപ്പെടുത്തണം. അതിലാരൊക്കെയാണ് എന്തൊക്കെയാണ് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വ്യത്യാസം പാടില്ല. അതിനെല്ലാം ഒറ്റക്കെട്ടായി നമ്മൾ നിന്നാൽ മാത്രമേ ഇനിയുള്ള സമരങ്ങളിലും നമുക്ക് ഒരുമിച്ച് പോകാൻ കഴിയുള്ളൂ. ഇനിയുള്ള പ്രക്ഷോഭങ്ങളിൽ നമുക്ക് ഒരുമിച്ച് പോകാൻ കഴിയുള്ളൂ. വിഴിഞ്ഞത്തെ എനിക്ക് അനുഭവമുണ്ട്, എല്ലാവരും ഒരുമിച്ചാണ് നിന്നത്. അതുകൊണ്ട് ആ പ്രശ്നം പരിഹരിച്ചു. 400ഓളം കുടുംബങ്ങൾ ഒരു സിമന്റ് ഷെഡിൽ വർഷങ്ങൾ താമസിച്ചു. അവിടെ കടന്നു ചെന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതേപോലെ തന്നെ ഞാൻ നേരത്തെ ചെങ്ങറയിൽ അവിടെ ഭൂമി പിടിച്ചെടുത്ത് അവിടുത്തെ കർഷക്കാര്, അവിടുത്തെ പാവപ്പെട്ട കർഷക തൊഴിലാളി ഇന്ന് അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ കെട്ടിടം വെച്ചു കൊടുത്ത് അവിടെ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ഉയർന്നു തുടങ്ങി. ഒരു രേഖയും ഉണ്ടായിട്ടല്ല. എന്താണ് രേഖ? രേഖ എന്ന് പറയുന്നത് അവന്റെ ജീവിതമാണ്, അവന്റെ അധ്വാനമാണ് രേഖ. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ചെങ്ങറയ്ക്കും അവിടെയൊക്കെ രേഖകൾ കൊടുക്കണം, റവന്യൂ റെക്കോർഡ് കൊടുക്കണമെന്ന സമരം അവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നടക്കുന്ന ഭൂസമരങ്ങൾ, ആ ഭൂസമരങ്ങളിൽ യാതൊരു പതർച്ചയും ഇടർച്ചയുമില്ലാതെ മുന്നോട്ട് പോകണം. അതിന് ലാറ്റിൻ കാത്തലിക് ചർച്ച് പ്രത്യേകിച്ച് പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ, അതുപോലെ തന്നെ കത്തോലിക്ക സഭയുടെ മറ്റു വിഭാഗങ്ങൾ കിഴക്കൻ ബെൽറ്റിൽ അവിടെ വന്യമൃഗാക്രമണം, അതേപോലെ തന്നെ ഭൂമിയുടെ ഇടിച്ചൽ, മണ്ണിടിച്ചൽ, മരണം, അവിടെയൊക്കെ വരുന്ന സമയത്ത് ആരാണ് മുന്നിൽ വരുന്നത്? ആരാണോ മുന്നിൽ വരുന്നത് അവരോടൊപ്പം നിൽക്കുക. അതാണ് ആ സമരസമിതിയോടൊപ്പം മുന്നിട്ട് നിൽക്കുക. ഇവിടെ നിശ്ചയമായും ഇവിടുത്തെ രൂപത, അതുപോലെ തന്നെ ഇവിടെ ഇടവകകൾ, അവരെല്ലാം ശക്തമായി ജനകീയ പ്രശ്നത്തിന്റെ കൂടെ നിൽക്കുമ്പോൾ ഞാൻ പറയുന്നു, ഐക്യജനാധിപത്യ മുന്നണിയുടെ സെക്രട്ടറി എന്ന നിലയിൽ, അതേപോലെ തന്നെ CMBയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ ആവർത്തിക്കുന്നു, ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളെ ഒരു കുട്ടിയെയും ഇവിടെ നിറക്കിവിടില്ല എന്ന ഉറപ്പ് ഈ ജനങ്ങൾക്ക് വേണ്ടി. ഞങ്ങൾക്ക് അധികാരമില്ല, പക്ഷെ അധികാരമില്ലെങ്കിലും ഏറ്റവും വലിയ ശക്തി ജനങ്ങളാണ്. ആ ജനങ്ങളോടൊപ്പം സമരസമിതിയോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഒപ്പം തന്നെ ഇവിടെ അവസരം നൽകിയതിന് ഞാൻ നന്ദി പറയുകയാണ്. ഞങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി രാജേഷ് നേരത്തെ തന്നെ ഇവിടെ വന്ന് ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഈ പ്രദേശത്തിനടുത്ത് താമസിക്കുന്ന ആൾ റനീഷ്, അതുപോലെ തന്നെ മൂവാറ്റുപുഴയിൽ നിന്നാണ് സുരേന്ദ്രൻ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ നിരവധി വനിതാ നേതാക്കന്മാര് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ എല്ലാവരുടെയും പേര് പറയുകയല്ല. എന്തായാലും ശരി, നമുക്ക് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകണം. അതിനുവേണ്ടി എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട്
ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.